ആ മുനാഫിഖിനെ സംബന്ധിച്ച് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൂമു ബിനാ, നമുക്ക് പോകാം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോകാം. നസ്തഗീസു ബി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സഹായം ചോദിക്കാൻ പോയി എന്ന് പറഞ്ഞവർ ചെന്നപ്പോൾ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? ലാ യുസ്തഗാസു ബി, എന്നോട് സഹായം തേടപ്പെടൂല. വ ഇന്നമാ യുസ്തഗാസു ബില്ലാഹ്, സഹായം തേടപ്പെടുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ഇതും നിങ്ങൾ സ്വഹീഹല്ല, തള്ളിക്കളഞ്ഞോളൂ, നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ. ഖുർആൻ വരെ മാറ്റി എഴുതിയില്ലേ? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നിടത്ത് റസൂല എന്ന് ആക്കാൻ ധൈര്യപ്പെട്ട നിങ്ങൾക്ക് ഈ ദലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഹദീസ് മാറ്റിമറിക്കാനോ ഒരു ഹദീസുകളെ സ്വഹീഹല്ലെന്ന് പറയാനോ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. നിങ്ങളുടെ ലക്ഷ്യം ഈ ദലാലത്ത് സ്ഥാപിക്കലാണ്. എന്നാൽ ഞങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ അകപ്പെട്ടു പോയ ഈ ദലാലത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും കരകയറ്റി ഈ സമുദായത്തെ അല്ലാഹുവിലേക്ക്, അവന്റെ തൗഹീദിലേക്ക് തിരിച്ചുവിടാനാണ് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ആ ഭാഗത്തു നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് മറ്റൊരു വിഭാഗം സംഘടിപ്പിക്കുന്ന സ്റ്റേജിൽ എല്ലാം കൈ വെടിഞ്ഞുകൊണ്ട് കയറാൻ കാരണം എന്താണ്? ഈ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാനാണ്. ഞാനത് അറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നുവരെ ഇസ്തിഗാസ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ 100 സ്ഥലങ്ങളിൽ ഇസ്തിഗാസ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വ്യത്യസ്തമായ തിരിമറികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പറയുന്നതല്ല മറു സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, സനദെവിടെ? സനദല്ലേ കിട്ടേണ്ടത്. എന്താ പറഞ്ഞത്? സനത് സ്വഹീയാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയല്ല. അത് വ്യവസ്ഥ എഴുതുമ്പോ എന്റെ മൗലവി ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. ആ വ്യവസ്ഥ ഒന്ന് വായിച്ചു കൊടുക്കുക. അപ്പുറത്തുള്ള ആള് സ്വഹീഹായ ഹദീസ്. ഞാൻ ചോദിക്കുന്നു, സ്വഹീഹായ ഹദീസ് ഞങ്ങൾ അൽബാനി പോലും സ്വഹീയാക്കിയ ഹദീസ് പറഞ്ഞപ്പോ അന്ന് നിങ്ങൾ അതിന് 2 ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ് മുങ്ങിപ്പോയവരാണ്. ഇപ്പൊ വന്നിട്ട് നിങ്ങൾ പറയുന്നത് സ്വഹീഹായ ഹദീസാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യണ്ട. എന്ത് ഖുർആൻ സുന്നത്തിന്റെ ആളുകളാ നിങ്ങള്? അതുകൊണ്ട് ഇനിയും ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഉദ്ധരിച്ച നിങ്ങൾ തോട്ടുമാത്ത പ്രസംഗല്ലേ വിഷയം. അവിടെ നിങ്ങൾ പറഞ്ഞെന്താ? നബി തങ്ങളോട് സ്വർഗം ചോദിച്ചിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അസ്അലുക അൻ തദ്ഉവല്ലാഹ എന്ന തൊബ്രാനി ഇമാമിന്റെ ഹദീസാണ് ഉദ്ധരിച്ചത്. ഞാൻ ചോദിക്കുന്നു, ആ ഹദീസ് സ്വഹീഹാണോ? ഈ തോട്ടുമുഖത്തുള്ള ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ അത് സ്വഹീഹാണെങ്കിൽ ആണ് എന്ന് പറയാ. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ അത് പറയാ. സ്വഹീ അല്ലെങ്കിൽ അല്ല എന്ന് പറയാ. നിങ്ങൾ ബാക്കി പറയാ. അപ്പൊ സ്വഹീയാണോ അല്ലേ? അത് ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഹദീസ് സ്വഹീയാണെന്ന് വരെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. പിന്നെ രണ്ടാമത് ഉദ്ധരിച്ച ഹദീസ് മൂപ്പരനെ പറഞ്ഞ വൈഫാണ് പറയുമ്പോ തന്നെ അറിയാം. ഈ രൂപത്തിലുള്ള വൈഫായ ഹദീസുകളാണോ വഹാബി സവേദികളുടെ പ്രമാണം? ഞാൻ ചോദിക്കുന്നു, ഈ തൊബ്രാനിന്റെ ഹദീസ് വെച്ച് മുസ്ലിമിന്റെ ഹദീസ് വ്യാഖ്യാനിക്കണമെങ്കിൽ ഇത് പ്രമാണമാണെന്ന് തെളിയിക്കണം, അതിന് പഠിക്കണം. ഇവിടെ ചായയും പത്തിരി ഇണ്ടിച്ചിട്ട് പോകുന്നതാ. ഇത് സ്വഹീയാണോ അല്ലേ നോക്കാൻ പോകുന്നതാ. ചക്കരയും പായസം നാം വേറെ സ്ഥലം ഉണ്ടാവും. അതുകൊണ്ട് മൗലവി അതുകൊണ്ട് പറഞ്ഞു കൊടുക്ക. ഈ തോട്ടുമുഖത്ത് വന്ന് ഉദ്ധരിച്ച ഹദീസല്ലേ ദഈഫ് പറയാൻ ഞങ്ങൾ തോട്ടുമുഖത്ത് വന്നത് ആണോ? തോട്ടുമുഖത്താരെ വഞ്ചിക്കാൻ ദഈഫ് ഹദീസ് എങ്ങനെ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ? എവിടെ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്? അതുകൊണ്ട് പറഞ്ഞു കൊടുക്കൂ. അതിന്റെ സനത് പറഞ്ഞു. ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് ചോദിച്ചു നോക്കൂ. ഞങ്ങൾ മുതൽ നബി വരെയുള്ള സനത് അങ്ങ് പറഞ്ഞു കൊടുക്കും. അതാ ആൺകുട്ടികൾ. കണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ പറയും. സദസ്സിൽ നിന്നുള്ള ആംഗ്യവിക്ഷേപങ്ങൾ ഈ ഇസ്ലാമിക സദസ്സിന് യോജിക്കാത്തതാണെന്ന തിരിച്ചറിവ് മാന്യരായ ശ്രോതാക്കൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തോട്ടുമുത്തുകാർക്ക് മനസ്സിലാകാനാണ് ഈ ചർച്ച. തോട്ടുമുത്തുകാർക്ക് ഞാൻ പ്രസംഗിച്ച വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവരവിടെ വന്ന് പറഞ്ഞത് അവർക്കുള്ള സംശയം ഇസ്തിഗാസ ദലാലത്താണെന്ന് പറഞ്ഞു, അത് ശിർക്കാണെന്ന് പറഞ്ഞു, കുഫ്റാണെന്ന് പറഞ്ഞു. അത് സമ്മതിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വിശദീകരിക്കണമെന്നാണ് പറഞ്ഞത്. ഞാനവിടെ ഉദ്ധരിച്ച വിഷയങ്ങൾ എന്താണ്? അള്ളാന്റെ റസൂലിനോട് അഥവാ മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്ന ഇസ്തിഗാസയാണ് ഞാൻ അവിടെ വിശദീകരിച്ചത്. ആ ഇസ്തിഗാസക്ക് എതിരായി അഥവാ ആ ഇസ്തിഗാസക്കെതിരായി ഒരുപാട് തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ അതിന് എതിരായി ഉദ്ധരിച്ച തെളിവുകളുടെ ഏതെങ്കിലും ഒരു തെളിവിലുള്ള ന്യൂനത സംസാരിച്ച് അതിൽ പിടിച്ച് ഈ സദസ്സ് പിരിയാനാണ് ഇവിടെ മറുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തോട്ടുമുഖത്തുകാരായ സഹോദരങ്ങൾക്ക് ഞാൻ പ്രസംഗിച്ച വിഷയം മനസ്സിലാക്കാനാണ് ഈ വേദി സംഘടിപ്പിച്ചതെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, ഇതാ ഞാൻ അവിടെ പ്രസംഗിച്ച മുഴുവൻ വിഷയങ്ങളും ശരിയാണ്, അഥവാ ഞാൻ വാദിച്ച വാദങ്ങൾ സത്യസന്ധമാണെന്ന് ഇപ്പോൾ പണ്ഡിതന്മാര് നിശബ്ദമായിട്ടെങ്കിലും അംഗീകരിച്ചിരിക്കുകയാണ്. ആ സനദിനെ കുഴപ്പമുള്ളൂ, അഥവാ ചോദിച്ചതിൽ കുഴപ്പമില്ല, ചോദിക്കാമെന്ന് പറഞ്ഞതിൽ കുഴപ്പമില്ല. റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാൻ ഒരു തെളിവ് ഉദ്ധരിക്കാമോ? സ്വർഗം ചോദിച്ചു എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ആ സ്വർഗം ചോദിച്ചു എന്നതിന് ഒരു തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്ക്. എന്റെ വിഷയത്തിൽ പെട്ടതല്ല കേട്ടോ അത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചില്ലേ എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വർഗം ചോദിച്ചെങ്കിൽ ദേ ഇന്ന ആയത്തിൽ അല്ലെങ്കിൽ ഇന്ന ഹദീസിൽ റസൂലുള്ള പറഞ്ഞ ഹദീസില് ദേ സ്വർഗം ചോദിച്ചിരിക്കുന്നു റസൂലുള്ളാഹിനോട് എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇത് ലഈഫായ ഹദീസാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ സ്വഹീഹായ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അത് ഗണ്ണിക്ക്. തബറാനിയുടെ ഹദീസ് ലഈഫാണെന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഒരു സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കാമെന്ന് തെളിയിക്ക്. അതിലെ മാന്യത നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇവിടെ ഈ ഹദീസിന്റെ സനദിൽ കടന്ന് പിടിച്ചു തൂങ്ങി ഈ സദസ്സ് അല്ലെങ്കിൽ ഈ നമ്മുടെ ലക്ഷ്യം നശിച്ചു പോകലാണോ, ഇല്ല നമുക്ക് സഫലമാകാതിരിക്കലാണോ വേണ്ടത്? മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു, നേർക്ക് നേരെ അസ്അലുക്കൽ ജന്ന എന്ന് ചോദിച്ച ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഇതാ കേട്ടോ, നിങ്ങൾ അവിടെ ഉദ്ധരിച്ച ഹദീസ് തബറാനിയുടെ ഹദീസ് ലഈഫാണ്, അത് സ്വീകാര്യമല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് അതിനെതിരായി ഇതാ സ്വർഗം നേർക്ക് നേരെ ചോദിച്ച ഈ ഹദീസ് കണ്ടോ. അതുകൊണ്ട് ഈ മുസ്ലിമിന്റെ ഹദീസിനെ തബറാനിയുടെ ഹദീസ് കൊണ്ട് കൈത് കൊടുക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ഉദ്ധരിച്ചത് ലഈഫാണ്, ഇതാ സ്വഹീഹായ ഹദീസ്. ഈ ഹദീസ് അനുസരിച്ച് സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്ക്. എങ്കിലല്ലേ ഈ സദസ്സിൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലെ, നിങ്ങൾ വാദിക്കാൻ വേണ്ടി വന്നവരും കൂടി ആയിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ചോദിക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല, വാദിക്കാൻ വേണ്ടിയാണ്. പാവപ്പെട്ട ജനങ്ങളെ അഥവാ ഇതിനെ സംബന്ധിച്ചൊന്നും കാര്യമായ അറിവില്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ ആശങ്കയിലാക്കരുത്. നിങ്ങൾ ഇവിടെ വെച്ച് ഒന്നുകിൽ സമ്മതിക്കണം, അള്ളാഹു അല്ലാത്ത മഹാന്മാരോട്, മരിച്ചുപോയ മഹാത്മാക്കളോട് ഇതൊക്കെ ചോദിക്കാം, സ്വർഗം ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, സന്താനങ്ങളെ ചോദിക്കാം. ഇത് നിങ്ങൾ സമ്മതിക്ക്. അള്ളാഹുവേ എനിക്ക് സ്വർഗം തരയണമേ, അത് ഏതെങ്കിലും ഉപ്പാപ്പാടെ ഖബറിന്റെ അടുക്ക ചെന്നിട്ട് പാപ്പാ എനിക്ക് സ്വർഗം തരയണമേ എന്ന് പറയാന്ന് നിങ്ങൾ സമ്മതിക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സ്വർഗം ചോദിച്ചു എന്ന്, ഒരു തെളിവ് ഉദ്ധരിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, പച്ചക്കളവല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം എന്നവർ പറഞ്ഞത് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? അഥവാ ഇനി ചോദിച്ചാൽ ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ തന്നെ ആ ചോദിച്ചതിന്റെ അർത്ഥം ഇസ്തിശ്ഫാ ആണ്, ശഫാഅത്ത് ചോദിക്കലാണ്. എങ്കിൽ അത് സമ്മതിക്ക്. ശഫാഅത്ത് ചോദിക്കലേ ഉള്ളൂ. നബിയേ ഞങ്ങൾക്ക് സ്വർഗം പാലിച്ചു തരാൻ വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യണേ. കണ്ടോ, ഇവർ പറഞ്ഞത് എന്താ? തബറാനിയുടെ ഹദീസിന്റെ ആശയമാണ്. തബറാനിയുടെ ഹദീസിന്റെ ആശയമാണ് ഇവർ പറഞ്ഞത്. തബറാനി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ സ്വർഗം ചോദിച്ചിട്ടില്ല, എന്നാണ്. അങ്ങ് സ്വർഗം ചോദിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്നാണ്, കിട്ടാൻ വേണ്ടി, സ്വർഗം ലഭിക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന്. കണ്ടോ, അവര് പറഞ്ഞ അർത്ഥം എന്താ? അവർ പറഞ്ഞ അർത്ഥം അത് തന്നെയല്ലേ? എങ്കിൽ അത് തന്നെയാണ് അർത്ഥം. അങ്ങനെ പറ്റുള്ളൂ എന്ന് സമ്മതിക്കേ. ഞാൻ വായിച്ച തബറാനിയുടെ ഹദീസിന്റെ ആശയമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് ശഫാഅത്തെ ചോദിക്കുന്നുള്ളൂ, ദുആനെ ചോദിക്കുന്നുള്ളൂ എന്ന്. എന്നാൽ അത് സമ്മതിക്ക്. ഈ ഹദീസിന്റെ ഞാൻ ഉദ്ധരിച്ച ഹദീസ് ദഈഫാണ് അല്ലേ? ആ ഹദീസിന്റെ ആശയം അവരെടുത്തിരിക്കുന്നു, അത് സ്വഹീഹാണ്. സ്വഹീഹ് മുസ്ലിമാണ് എന്റെ കയ്യിൽ. ഈ സ്വഹീഹ് മുസ്ലിമിലുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ സ്വർഗം മാത്രം പോരാ, സ്വർഗത്തിലെ ഉന്നത പദവി വേണം. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നത സ്ഥാനത്താണ്. ഞാൻ എന്റെ മൗലവിയോട് ചോദിക്കുന്നു, ഇതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ ന്യായമാണെങ്കിൽ അതെന്തേ തോട്ടുമുഖത്തുനിന്ന് പറയാതിരുന്നത്? അവിടെ തൊബറാനി ഇമാമിന്റെ ഹദീസ് വായിക്കുന്നത് ഇത് നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടല്ലേ? എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക.
ഞാൻ ചോദിക്കുന്നു, എന്താ ചോദ്യം എന്നറിയോ? നബി തങ്ങളോട്, നബിയെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരു സീറ്റ് തരണം എന്ന് ചോദിക്കാൻ പറ്റുമെന്നാണോ പറ്റില്ല എന്നാണോ മുജാഹിദ് പറയുന്നത്? അതല്ലേ മഹാനായ റബീഅ തങ്ങൾ ചോദിച്ചത്? അസ്അലിക, നിന്നോട് നബിയെ നിങ്ങളോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഉന്നത സ്ഥാനം ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, അങ്ങനെ നബിയോട് പറയാൻ പറ്റുമല്ലേ? എങ്ങനെ? അതാ നബിയെ അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, അങ്ങനെ ചോദിച്ചിട്ടില്ല, ദ്വാരക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തെളിയിക്കാനാ നിങ്ങൾ തൊബ്രാനിയുടെ ഹദീസ് എടുത്തത്. അതുപോലും മറന്നുപോയോ? എന്താണ് ഇങ്ങനെ ഈ തുടക്കത്തിൽ തന്നെ പോയത്തം പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിൽ കുടുങ്ങണോ? ഇങ്ങോട്ട് പോന്നാ പോരെ, ഈ അടങ്ങാറൊക്കെ ഉണ്ടാക്കണോ? അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗം മാത്രം പോരാ, സ്വർഗത്തിലെ ഉന്നത പദവി വേണമെന്ന് റബിയ ചോദിച്ചത് ഏറ്റവും സഹീഹായ ഹദീസ് സഹീഹ് മുസ്ലിം. ഇതിനെ ബാത്തിലാക്കാനാണ് നിങ്ങൾ തൊബ്രാനി വായിച്ചത്. ഇത് നിങ്ങൾക്കെതിരല്ലെങ്കിൽ പിന്നെ തൊബ്രാനി വായിക്കണോ? തൊബ്രാനി വായിച്ചത് കൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത് തൊബ്രാനിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് സഹീഹാണോ? അപ്പൊ മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റോ ഇല്ലേ? അത് നിങ്ങളൊന്ന് വ്യക്തമാക്കണം. പറ്റുമെങ്കിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ്, അവിടെ ദ്വാരക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഉരുണ്ടു പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ചോദിച്ചത്, കുഴപ്പമില്ല, അത് സ്വർഗത്തിലെ ഉന്നത പദവിയാണ്, അത് ചോദിക്കാമല്ലോ. ഇപ്പൊ എന്തായി? സ്വർഗം മാത്രമല്ല, സ്വർഗത്തിലെ ഉന്നത സീറ്റ് ചോദിക്കാമെന്ന് വരെ വ്യംഗ്യമായി മൗലവി സമ്മതിച്ചിരിക്കുന്നു. അതാണ് ഇതിന്റെ വിജയം. സ്വർഗം ചോദിക്കാമെന്ന് മൗലവി സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അസ്അലുക, നബിയെ തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മുറാഫഖതക എന്നാണ് അവിടെ മഫ്ഊല്. മുറാഫഖതക, ഇവിടെ മുറാഫഖതക എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി അവസാനം എന്ത് പറഞ്ഞു? വേറെ എന്ന റസൂലുള്ള പറഞ്ഞത്. അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ നിന്നോട് പറഞ്ഞത്, ചോദിക്കാൻ പറഞ്ഞത്? വേറെ വല്ലതും ചോദിക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ടും റസൂലുള്ള പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത് എന്ന്. റസൂലുള്ള എന്ത് പറഞ്ഞു? ശരി, ഞാൻ നിനക്ക് സ്വർഗം തരാം, നിനക്ക് സ്വർഗത്തിൽ മുറാഫഖത്ത് തരാം എന്ന് റസൂലുള്ള പറഞ്ഞോ ആ ഹദീസിൽ? ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് പറഞ്ഞത്? എങ്കിൽ ഫഅഇന്നി ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണം, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. അതെന്തിനാ റസൂലുള്ള പറഞ്ഞത്? സ്വർഗം തരാമെന്നേറ്റാൽ പിന്നെ അശ്റത്തുൽ മുബശ്ശിറുകളുണ്ടല്ലോ, അവർക്ക് റസൂലുള്ള സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, എന്നാ അതുപോലെ നിനക്ക് സ്വർഗമുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. റസൂലുള്ള എന്തിനാ പറഞ്ഞത്? ശരി, ഫഅഇന്നി, എന്നെ സഹായിക്കണം, ബികസറത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായിക്കണം എന്ന്. കേട്ടോ, അവിടെ റസൂലുള്ള സ്വർഗം കൊടുക്കാമെന്ന് ഏറ്റിട്ടില്ല. നീ സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ സഹായിക്ക്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നേരത്തെ പറഞ്ഞതുപോലെ അത് ദുആ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞിരിക്കുന്നത്. സ്വർഗം അവിടെ നേർക്ക് നേരെ ചോദിച്ചിട്ടില്ല. മുറാഫഖത്ത് ചോദിച്ചത് തന്നെ ദുആ ചെയ്യാനുള്ള അർത്ഥത്തിലാണ്. എങ്ങനെ മനസ്സിലായി? റസൂലുള്ളാഹിയുടെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. റസൂലുള്ള പറഞ്ഞു, ഫഅഇന്നി ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ഹദീസിൽ സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് നാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പാപമോചനം, അള്ളാഹുവേ എന്റെ പാപങ്ങൾ നീ പൊറുക്കണമേ, അതെ എനിക്ക് ഹിദായത്ത് നൽകണമേ, ആഫിയത്ത് നൽകണമേ, സന്താനങ്ങൾ നൽകണമേ, കുടുംബജീവിതത്തിൽ സുഖം നൽകണമേ. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ റസൂലുള്ളാഹിനോട് വന്ന് നേർക്ക് നേരെ ചോദിച്ചിട്ടില്ല. ചോദിച്ചു എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങളെയല്ല, കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാന്റെ റസൂലിനോട് ആഫിയത്ത് ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാഹുവിന്റെ റസൂലിനോട് ഹിദായത്ത് ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? അള്ളാഹുവിന്റെ റസൂലിനോട് സന്താനങ്ങളെ ചോദിച്ചു എന്നതിന് തെളിവുദ്ധരിക്കാമോ? നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ ഉദ്ധരിച്ചുകൊണ്ട് ഈ ജനങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ കടുത്ത അന്ധതയിൽ നിന്നും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റണം. അതൊന്നും ചോദിക്കാൻ പാടില്ല, ദുആ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ.
ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനേ പാടുള്ളൂ, ശഫാഅത്ത് ചോദിക്കാനേ പാടുള്ളൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് മാത്രമേ പാടുള്ളൂ എന്ന് നിങ്ങളൊന്ന് സമ്മതിക്ക്. എന്നാൽ പിന്നെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ജോലി കുറവുണ്ട്, എന്നാൽ പിന്നെ നേർക്കുനേരെ ശഫാഅത്ത് ചോദിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ മതിയല്ലോ. സ്വർഗം ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാം എന്ന നിങ്ങളുടെ വാദത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോയോ? ഇപ്പോ പുറകോട്ട് പോയെങ്കിൽ ഈ വേദിയിൽ വെച്ച് പരസ്യമായി ഒന്ന് സമ്മതിക്ക്. എന്നിട്ട് ഇതേ ഇസ്തിശ്ഫാ മാത്രമേ പറ്റുള്ളൂ, ഇസ്തിദാ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. ഈ ഭാഗം നിങ്ങളൊന്ന് ഒഴിവാക്ക്. ഞങ്ങൾ ഇനി ആ ഭാഗം ചർച്ച ചെയ്യുന്നില്ല. ആ ഭാഗം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും അള്ളാഹിനോടല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ പാടില്ല, സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. സൃഷ്ടികളോട് ചോദിക്കാവുന്ന ഇസ്തിദ്ആ മാത്രമാണ്. ദുആ ചോദിക്കാം, എനിക്ക് ദുആ ചെയ്യണം, എനിക്ക് ശഫാഅത്ത് ചെയ്യണം എന്നേ പറയാവൂ എന്ന് നിങ്ങളൊന്ന് സമ്മതിക്ക്. സമ്മതിച്ചു കിട്ടിയാൽ പിന്നെ ആ ഭാഗം ചർച്ച ചെയ്താൽ മതിയല്ലോ. അപ്പൊ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഹുസൈന്റെ ആ തരീഫ് തലബുൽ മഊനത്തി എന്ന് പറഞ്ഞ ആ തരീഫിന്റെ ആദ്യ ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാമല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ചർച്ച ഒരു പ്രയോജനത്തിൽ എത്തണമെങ്കിൽ നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്. അഥവാ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റാത്ത കാര്യം പരസ്യമായി നിങ്ങളോട് സമ്മതിക്കുക, അള്ളാഹുവിന് വേണ്ടി സമ്മതിക്കുക. ഈ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഈ കടുത്ത വലാലത്തിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കാതെ ഈ വലാലത്തിൽ നിന്ന് നമുക്കവരെ മോചിപ്പിച്ചെടുക്കാൻ നിങ്ങളൊന്ന് സമ്മതിക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും അള്ളാഹിനോടല്ലാതെ ചോദിക്കാൻ പറ്റൂല. ഖുർആനിൽ അതിന് തെളിവില്ല ചോദിക്കാൻ, ഹദീസിൽ തെളിവില്ല, അതേപോലെ തന്നെ മറ്റ് എവിടെയും അതിന് തെളിവില്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ നാവ് കൊണ്ട് പറയുക. സനദിനിയും വായിച്ചില്ല. ഈ തോട്ടുമുഖത്ത് ഞാൻ പ്രസംഗിച്ചു വലിയ ആളായി വിട്ടതാ. ഏത് വിഷയവും ചോദിക്കാം, ഞാനിതോ മറുപടി പറയുന്നു. ഒരൊറ്റ വിഷയം ചോദിച്ചു, തോട്ടുമുഖത്ത് നിങ്ങൾ ഉദ്ധരിച്ച തുബ്രാനിയുടെ ഹദീസ് അത് സ്വഹീഹാണോ എന്ന് ചോദിച്ചു. ഇതുവരെ ആണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലാന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാൻ നിങ്ങൾക്ക് കഴിയൂല. ഞാൻ പറയട്ടെ, രണ്ടാമത് നിങ്ങൾ എന്തേ മുങ്ങിയത്? ഞാൻ വിശദീകരിച്ചല്ലോ. സ്വർഗം മാത്രമല്ല, സ്വർഗത്തിലെ ഉന്നത പദവിയാണ് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അതിപ്പോ നബിയോട് ചോദിക്കാൻ പറ്റുമല്ലേ? അത് നിങ്ങളൊന്ന് വിശദീകരിക്ക്. റബീഅ തങ്ങൾ നബിയോട് എങ്ങനെയാ ചോദിച്ചത്? അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്നാണോ, അതോ അസ്അലിക അൻ തദുഅല്ലാഹ ലി എന്നാണോ? അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്നാണെങ്കിൽ ആ ചോദ്യം നബിയോട് പറ്റുമെന്നായി. നിങ്ങൾ പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. നിങ്ങളെ പ്രസംഗത്തിന്റെ കേസ് നിങ്ങളുടെ കയ്യിലുണ്ട്. സ്വർഗത്തിൽ മുറാഫഖത്തും ചോദിച്ചിട്ടില്ല, സ്വർഗവും ചോദിച്ചിട്ടില്ല. എന്തേ ചോദിച്ചിട്ടുള്ളൂ? ദുആ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ എന്നാ തോട്ടുമുഖത്ത് പ്രസംഗിച്ചത്. അതിന് തൊബ്രാനിയുടെ ഹദീസ് ഉദ്ധരിച്ചത്. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ അതിന്റെ സനദൊന്ന് വായിക്കണം, അത് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തണം. കഴിയില്ല, ഒരു കാലത്തും കഴിയില്ല, ഇനി കഴിയുകയുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ഭദ്രതയാണത്. ഞങ്ങളെ ഇവിടെ നിങ്ങൾ മുഴുവൻ പണ്ഡിതന്മാരും വെല്ലുവിളിക്കാൻ. ഞങ്ങൾ ഈ 4 കുട്ടികൾ വന്നിരുന്നപ്പോഴേക്ക് വരച്ച മൗലവി ഞങ്ങളെ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ആഴത്തമുണ്ടെങ്കിൽ വായിക്കൂ തുബ്രാനിയുടെ സനദ്, വായിക്കൂ തുബ്രാനിയുടെ സനദ്, വായിക്കൂ തുബ്രാനിയുടെ സനദ്. വെല്ലുവിളിയാണ്. കഴിയില്ല, നിങ്ങളെ തന്നെയാ വെല്ലുവിളിക്കുന്നത്. ഇവിടെ ഫോൺ ചെയ്തിട്ടും കാര്യമില്ല, എന്തേതിട്ടും കാര്യമില്ല. വേണേ ജിന്നിനെ വിളിച്ചു നോക്ക്, ജിന്നിനെ വിളിച്ചിട്ട് കാര്യമില്ല. തൊബ്രാനി കൊണ്ടുവരണ്ടേ? ഇവിടെ ചക്കരം ടീച്ചർ പോന്നാ പോരാ, തൊബ്രാനി എടുത്ത് സനദ് വായിക്ക്. കളി നടക്കൂല. ആ കടലാസ് കഷ്ണായിട്ട് പോന്ന അങ്ങനെ ഉണ്ടാവൂ. കടലാസ് അവിടെ വെച്ച് ആ തൊബ്രാനി എടുക്ക്, എന്നിട്ട് സനദൊന്ന് വായിക്ക്. ഓരോരുത്തരെയും ബഹ്ത് ചെയ്യ്. എന്താ ഇതൊക്കെ? സഹോദരന്മാരെ, കാര്യങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. തോട്ടുമുഖത്തെ പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ച വിഷയങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സനദ് വായിച്ച് ഇവിടെ ഹദീസ് പഠനം നടത്തലല്ല നമ്മുടെ ലക്ഷ്യം. ആ സനദ് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഹദീസിന്റെ സനദ് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ, ആ ഹാഫിദ് മുൻനിരി ഉദ്ധരിച്ച ആ ഹദീസ് തന്നെ നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ
അഥവാ ഈ ഹദീസിനെ ഇവിടെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നാണല്ലോ പറഞ്ഞത്. ആ ഹദീസിനെ പിന്തുണയ്ക്കുന്ന, ഇവിടെ സ്വർഗം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ആ ഹദീസിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? മുസ്ലിയാരെ, മൗലവി, ഇതാ ഈ ഹദീസ് ദഈഫാണ്, ഈ ഹദീസ് സ്വർഗം ചോദിക്കാൻ പാടില്ല എന്ന നിങ്ങളുടെ വാദത്തിന് ഈ ഹദീസ് തെളിവല്ല, ഇത് ദഈഫാണ്. ഇതാ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചു എന്നാണല്ലോ ഈ ഹദീസ് മുസ്ലിമിന്റെ ഹദീസിൽ പറയുന്നത്. അത് ചോദിച്ചു എന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ നേർക്ക് നേരെ അർത്ഥം പറയുക, ഒന്നുകിൽ അസ്അലുക്കൽ ജന്ന എന്നാണോ അതിന്റെ അർത്ഥമെങ്കിൽ ആ ഹദീസിന്റെ അർത്ഥം ഒന്ന് നേർക്ക് നേരെ പറയാമോ? അതല്ലെങ്കിൽ ആ ഹദീസിന്റെ അർത്ഥം റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചു എന്ന് തന്നെയാണ് എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ വിശദീകരിച്ചതായി പറയാമോ? നിങ്ങൾ ദയവ് ചെയ്ത് ഈ വിശ്വാസികളെ ബുദ്ധിമുട്ടിലാക്കി കളയരുതേ. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലിന്റെ ഖാദിമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോടുള്ള ആ സ്നേഹം നിമിത്തം റസൂലുള്ള പറഞ്ഞു, സൽ യാ റബീഅ, ചോദിക്ക് റബീഅ, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം റസൂലുള്ളാഹിനോട് എന്താണ് ചോദിക്കേണ്ടത്? ദുന്യവിയായ ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൂല, അതൊക്കെ മുങ്കത്തിയത്താണ്, ഫാനിയത്താണ്, ഇല്ലാതായി പോകുന്നതാണ്. അദ്ദേഹം സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അവിടെ പോലും സ്വർഗം ചോദിക്കുക എന്ന പദം അദ്ദേഹം വിട്ടുകളഞ്ഞിട്ട് മുറാഫഖത്ത്, ഈ ലോകത്ത് അങ്ങയോടൊപ്പം ഞങ്ങൾക്ക് സഹവാസമുണ്ടല്ലോ നബിയേ, അതേപോലെ ഞങ്ങൾക്ക് സ്വർഗത്തിലും സഹവാസം കിട്ടണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസം എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അപ്പൊ ഗൈറദാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹുവദാക്ക്, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. റസൂലുള്ള എന്ത് പറഞ്ഞു? ശരി, നിനക്ക് ഞാൻ സ്വർഗം തരാം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ഫഅഇന്നി ബികസറത്തി സുജൂദ്, മോനെ റബീഅ, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണേ എന്നാണ് പറഞ്ഞത്. വിശ്വാസികൾക്ക്, ഈമാനുള്ള മനുഷ്യന്മാർക്ക്, സത്യസന്ധമായ ഖുർആനും ഹദീസും പഠിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാം, ഇവിടെ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നതിന് തെളിവല്ല ഇത്. ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ആരെങ്കിലും ഈ ഹദീസിനെ പിൻപറ്റിക്കൊണ്ട് ഒരൊറ്റ സ്വഹാബത്ത് വേറെ സ്വർഗം ചോദിച്ചതായി നിങ്ങൾക്ക് പറയാമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഉത്തമിത്രമായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ച മഹാൻ, എപ്പോഴെങ്കിലും സ്വർഗം ചോദിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചാൽ കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാൻ പാടില്ലായിരുന്നു. പണിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന് ചോദിച്ചോ? റസൂലുള്ളാഹിയുടെ സ്വർഗം ചോദിച്ചാൽ കിട്ടുമെങ്കിൽ പിന്നെ ഈ മുസ്ലിം ലോകത്തിന് എന്താ ബുദ്ധിമുട്ട്? റസൂലുള്ളാഹിയുടെ അങ്ങ് ചോദിച്ചാൽ പോരെ, റസൂലുള്ള സ്വർഗം തരൂലേ? സഹാബാക്കളിൽ ആരെങ്കിലും ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വഹാബി ഇത് അനുകരിച്ചുകൊണ്ട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? സ്വഹാബാക്കളിൽ ആരെങ്കിലും ഈ സംഭവം അനുകരിച്ചുകൊണ്ട് സ്വർഗം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. താബിഈകൾ ചോദിച്ചിട്ടുണ്ടോ? താബിഈകൾ ചോദിച്ചിട്ടുണ്ടോ? ലോകത്താരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളല്ലാതെ. റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നത് നിങ്ങളല്ലാതെ. ഈ ഹദീസ് പരിഗണിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് സ്വഹാബാക്കളിൽ ആരെങ്കിലും ചോദിച്ചോ? അതുണ്ടെങ്കിൽ ഒന്ന് പറയേ. ഹദീസ് ദഈഫാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് സമ്മതിക്കാം. നിങ്ങൾ പറയാണ് ഈ ഹദീസ് ദഈഫാണ്, ഞാൻ സമ്മതിക്കാണ്, ആ ഹദീസ് ദഈഫാണ്. ശരി, എങ്കിൽ ഇനി നിങ്ങൾക്കത് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പറയുന്ന ആ ഹദീസ് ദഈഫാണെന്നല്ലേ? ആ ഹദീസ് ദഈഫാണെന്ന് ഞാൻ സമ്മതിക്കാം. എന്നാൽ ഒരു കാര്യം, ശരി, എന്നാൽ വിഷയത്തിനൊരു പരിഹാരം വേണ്ടേ? വിഷയത്തിനൊരു പരിഹാരം വേണ്ടേ? സ്വർഗം ചോദിക്കാം എന്നതിന് ഒരു പരിഹാരമുണ്ടോ? ഇല്ല. ഹദീസ് ദഈഫാണോ ഇല്ലയോ എന്നതല്ല വിഷയം. തോട്ടമുഖത്ത് ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചു, ആ ഹദീസിനെ കുറിച്ച് ഞാൻ എന്തു പറഞ്ഞു എന്ന് ആ പ്രസംഗത്തിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക.
അൽഹംദുലില്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ വിജയം ഒന്ന് പിടിച്ചോളൂ. ഈ തോട്ടുമുഖത്ത് വന്ന് മൗലവി ലബ്ബ ഉദ്ധരിച്ച ഹദീസ് ദഈഫാണത്രേ. ഈ ഖുർആനിയുടെ ഹദീസ് ദഈഫാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇതേ ഹദീസ് ഞങ്ങൾ എടുക്കുന്നു. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന. നബിയോട് മുറാഫഖത്ത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? അതാണ് അടുത്ത ചോദ്യം. ഇങ്ങോട്ട് ചോദിക്കുന്നു, അതിന് നിങ്ങൾക്ക് അവസരമില്ല. അത് ഇൻഷാ അല്ലാഹ് വേറെ അവസരം തരാം. ഞാൻ ചോദിക്കുന്നത് റസൂലുള്ളാഹിനോട് ചെന്ന് അസ്അലിക മുറാഫഖതക, നബിയെ സ്വർഗ്ഗത്തിൽ ഒരു സീറ്റ് വേണം എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമെന്നാണോ പറ്റില്ല എന്നാണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാലൊന്ന് പറയണം. ഒന്നീ മുറാഫഖത്ത് ഇവന് നബി അപവൈരതാക്കാന്ന് പറഞ്ഞു. ഓ മൗലവി, ഈ ചോദ്യം ശിർക്കാണെങ്കിൽ നബി എന്താ പറയേണ്ടിയിരുന്നതെന്ന് അറിയോ? നബിയ എന്താ ചോദിച്ചേ? മുറാഫഖത്തോ സ്വർഗ്ഗത്തിലോ? ഓ ഉടനെ ഷഹാദത്തല്ലേ? ശിർക്കല്ലേ അത്? ഉടനെ ഷഹാദത്തല്ലേ? ശിർക്ക് ചെയ്താ ഷഹാദത്തല്ലേ മരുന്ന് എന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ല. അത് റസൂലുള്ളാഹി തൗഹീദ് പഠിച്ച തൗഹീദിന്റെ നേതാവാ. അതുകൊണ്ട് ചോദിച്ചു നബി സല്ലല്ലാഹു. ഈ ചോദ്യം നബി തങ്ങള് സമ്മതിച്ചു എന്ന് തന്നെയാണ്. അത് ശിർക്കല്ല എന്നതിന്റെ തെളിവ്. അതുകൊണ്ട് ചോദ്യം ഇനി അടുത്തത്, തൊബരാനിയുടെ ഹദീസ് ഏതാനും ദഈഫ്. തോട്ടുമുഖത്തേർക്ക് ഇനി പണിയെടുക്കണ്ട. കാരണം ഇവിടെ വന്ന് പ്രസംഗിച്ചതൊക്കെ ബലഹീനമായ അയോഗ്യമായ ഹദീസാണെന്ന് അയാൾ തന്നെ സമ്മതിച്ചു. ഈ പ്രസ്ഥാനത്തിലാണോ ഈ മൗലവി എത്തിപ്പെട്ടത്? എന്നാൽ എന്റെ അടുത്ത ചോദ്യം, നബിയോട് അസ്അലിക മുറാഫഖതക എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റുകയില്ലേ? രണ്ടാലൊന്ന് പറയണം. അത് നിങ്ങളൊന്ന് പറയുക. അത് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീരും. അതൊന്ന് നിങ്ങൾ സദസ്സിനോട് വ്യക്തമായി അസ്അലിക മുറാഫഖതക. അത് ശിർക്കല്ലാന്ന് നബി ഏതാനും പഠിപ്പിച്ചു. കാരണം ശിർക്കാണെങ്കിൽ നബി എന്ത് പറയും? ഓ റബിയ ചൊല്ലൂ ഷഹാദത്ത് കലിമ. ഈ ശിർക്ക് ചെയ്തു പോയി, ഇന്ന ശിർക്കൽ ദുൽമിൻ അദീം എന്ന് ആയത്ത് ഓതി കൊടുക്കും. അത് ഓതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം, അത് പറയാൻ പറ്റുമോ ഇല്ലേ? തൊബറാനി ഉദ്ധരിച്ച ഒരു ഹദീസ് ദഈഫാണെന്ന് ഞാൻ സമ്മതിച്ചത് അൽഹംദുലില്ലാഹ് വലിയ ആഘോഷമായി പോയി. അവരെ തൊബറാനിയുടെ ഹദീസ് എന്നല്ല, ദഈഫായ ഹദീസ്, ഏറ്റവും ദഈഫായ ഹദീസുകൾ പോലും തെരഞ്ഞുപിടിച്ച് അവർ വിശ്വസിക്കുന്ന ഈ കടുത്ത ളലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഖുർആൻ വരെ തിരുത്തി എഴുതിക്കൊണ്ട് ഈ ളലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തൊബറാനിയുടെ ഹദീസ് ദഈഫാണെന്ന് ഞാൻ സമ്മതിച്ചു എന്ന്. സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എന്താണ് പറഞ്ഞത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിൽ അവിടെ സ്വർഗം ചോദിച്ചു. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം എന്നാണ് ഇവർ വാദിക്കുന്നത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഇവിടെ റബീഅ സ്വർഗം ചോദിച്ചു. അതുകൊണ്ട് മുസ്ലിം ലോകമേ, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം. വലവന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്നുള്ള ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചു എന്ന് ഇവരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലോകമേ, റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കാം, റസൂലുള്ളാഹിനോട് ഹിദായത്ത് ചോദിക്കാം എന്നെല്ലാം ഇവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു മറുപടി ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ സംഭവം അല്ലാഹുവിന്റെ റസൂല് റബീഅയോട് പ്രത്യേകമായ ഒരു രീതിയിൽ പറഞ്ഞ സംഭവമാണ്. സ്വർഗം ചോദിച്ചെങ്കിലല്ലേ അത് ശിർക്കാണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. സ്വർഗം ചോദിച്ചിട്ടില്ലല്ലോ. റസൂൽ പറഞ്ഞു അത് ചോദിക്കരുത്, ശിർക്കാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. സ്വർഗം ചോദിച്ചാലല്ലേ ശിർക്കാണോ അല്ലേ എന്ന് റസൂലുള്ളാഹിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ സ്വർഗം ചോദിച്ചിട്ടില്ല. സ്വർഗം ചോദിച്ചെങ്കിൽ റസൂലുള്ളാഹി എന്ത് പറയുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാമായിരുന്നു. എന്തുകൊണ്ട്? അതിനുശേഷം ലോക പണ്ഡിതന്മാരും മുഴുവനും എഴുതി വച്ചിരിക്കുന്നത് ഇസ്തിഗാസത്തു ഗൈരില്ലാഹി ളലാലും വജഹാലത്തുൻ എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒട്ടനവധി ഉദ്ധരണികൾ നമുക്ക് കാണാം. നമ്മളോട് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നല്ലേ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ, നമ്മുടെ കൈകളിൽ ഇത്തരം വിഷയങ്ങൾക്കെല്ലാം ഉള്ളത് പ്രമാണങ്ങളാണ്. അതുകൊണ്ടാണ് പ്രമാണങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധരിച്ച് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇസ്തിഗാസത്തു ഗൈരില്ലാഹി ളലാലത്താണ്, അത് ജഹാലത്താണ്, അത് ശിർക്കിലേക്കും കുഫറിലേക്കും ഒക്കെ തന്നെ നയിക്കാൻ പാകമായതാണ്. അഥവാ
അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാം. നമുക്ക് സ്വർഗം തരാനുള്ള അധികാരം അള്ളാഹിന്റെ റസൂലിനുണ്ട്. അള്ളാഹിന്റെ റസൂലിനോട് ഹിദായത്ത് ചോദിക്കാം. ഹിദായത്ത് തരാനുള്ള അധികാരം റസൂലുള്ളാഹിക്കുണ്ട്. അതേപോലെ തന്നെ ആഫിയത്ത് ചോദിക്കാം, നരകവിമോചനം ചോദിക്കാം. ഇതൊക്കെ ചോദിക്കാമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരാനുള്ള കഴിവ്, അധികാരം അവർക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. എങ്ങനെ ഉണ്ട്? ആ കഴിവ് അള്ളാഹ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അത് നൽകാനുള്ള കഴിവ് അള്ളാഹ് അവർക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ചോദിക്കാം, നമുക്ക് കിട്ടും. അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ്. റബ്ബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ മഹാത്മാക്കളിൽ നിന്ന് കിട്ടും. ഈ സാധുക്കളായ ജനങ്ങൾ പിന്നെ അള്ളാഹ്ടെ ചോദിക്കോ? മഹാത്മാക്കളോടല്ലേ ചോദിക്കോളൂ. ഞാൻ പ്രസംഗിച്ച വിഷയത്തിലെ വിശദീകരണങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് ചോദിച്ചാലും ശരി, എന്റെ പ്രസംഗത്തിലെ പരാമർശം അതിന്റെ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണമാണ് കിട്ടേണ്ടത്. ഇവിടെ ഹദീസിന്റെ സിഹത്തോ ദുഅഫോ അല്ല വിഷയം. ആ ഹദീസ് ദഈഫ് ആണെങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന് ഉതകുന്ന പിന്തുണയുള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, മുസ്ലിയാരെ നിങ്ങൾ അവിടെ പറഞ്ഞ ഹദീസ് ദഈഫാണ്, ഇതാ ഈ ഹദീസിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഹദീസുണ്ട്, അല്ലെങ്കിൽ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പണ്ഡിതന്മാരെല്ലാം അംഗീകരിക്കുന്നവരല്ലേ? ഇന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കാം, അല്ല സ്വർഗം ചോദിക്കാം എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതെ, ആ ഹദീസിനെ അനുകരിച്ചുകൊണ്ട് ഒരൊറ്റ സ്വഹാബി പോലും റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല. ഒരൊറ്റ സ്വഹാബി പോലും അള്ളാഹിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ഹദീസ് സ്വർഗം ചോദിക്കാൻ തെളിവല്ല. തെളിവാണെങ്കിൽ അത് പണ്ഡിതന്മാര് പറയുമായിരുന്നു, സ്വഹാബാക്കൾ ചോദിച്ചിരുന്നേനെ. തൊബ്രാനി ഇമാമിന്റെ ഹദീസ് അത് നമ്മുടെ ലബ്ബ മാത്രമാണ് നിങ്ങൾ വിചാരിക്കണ്ട. അത് നമ്മളെ സക്കരിയ സ്വലാഹിയും അനസും ഒക്കെ നമ്മൾ അസ്അലിക മുറാഫഖതക എന്ന് പറയുമ്പോ അതിനെ വിശദീകരിക്കാൻ വേണ്ടി ഈ തൊബ്രാനി ഇമാമിന്റെ ഹദീസാണ് ഓതാറുള്ളത്. ഏതായാലും തോട്ടുമുഖത്ത് വെച്ച് അത് ദഈഫാണെന്ന് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലോ ഇതിന്റെ സംഘാടകർക്ക് ഞങ്ങൾ അഭിനന്ദനം നിങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ചോദ്യം എന്താ തൊടാത്തത്? അതിന് മറുപടി ഇങ്ങോട്ട് പറയണം. അല്ലാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നേതാവിനോട് പറയാൻ പറ്റുമോ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന? ചോദ്യത്തിൽ വൈരുദ്ധ്യതയുണ്ട്, നിങ്ങൾക്ക് അറിയുന്നില്ല. ഈ മൗലവി ഇങ്ങോട്ട് ചോദിക്കുന്നത് മുഴുവൻ വൈരുദ്ധ്യങ്ങളാണ്. ഞങ്ങൾ മറുപടി പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന്, ഞങ്ങൾ മറുപടി പറയേണ്ട ആളുകളല്ല, അതിന് വേറെ സദസ്സൊരുക്കാം. മറ്റൊന്ന് ചോദിക്കുന്നത്, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഏതെങ്കിലും സ്വഹാബി അങ്ങനെ ചെയ്തോ? സ്വഹാബി ചെയ്തതാണ് ഈ ഹദീസ് തന്നെ, അതും മനസ്സിലായിട്ടില്ല. സ്വഹാബി ചെയ്തല്ലേ റബീ റളിയല്ലാഹു അൻഹു. ആ സ്വർഗം മാത്രം പോരാ, പിന്നെ സ്വർഗത്തിലെ ഉന്നത പദവി വേണം. ഒരാള് എനിക്ക് പ്രധാനമന്ത്രിയാവണം എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം MP ആവണ്ടെന്നല്ലോ. MP ആയിട്ടല്ലേ പ്രധാനമന്ത്രി ആവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് MLA ആവണം എന്ന് പറഞ്ഞു. അത് ശരി, മുഖ്യമന്ത്രി ആവണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, MLA ആവണം എന്ന് പറഞ്ഞിട്ടില്ല. അത് അതിനും അപ്പുറമുള്ള സ്ഥാനാണ്. അപ്പൊ മുഖ്യമന്ത്രി ആയ പിന്നെ MLA എന്തായാലോ? ഇതൊക്കെ ആർക്കും അറിയാത്ത കാര്യമാണോ? അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിലെ ഉന്നത പദവിയാ ചോദിക്കുന്നത്. എന്റെ ചോദ്യം റസൂലുള്ളാഹിനോട് അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം അങ്ങയുടെ കൂടെ വേണം എന്ന് ചോദിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ? ഈ രണ്ടാലൊന്ന് ഞങ്ങൾക്ക് കിട്ടണം. ഒന്നുകിൽ എസ് പറയണം, അല്ലെങ്കിൽ നോ പറയണം. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നബി തങ്ങളോട് ഇവിടെ പ്രശ്നം തീരാൻ പോവാണ്. അൽഹംദുലില്ലാ, ഇതും കൂടി നിങ്ങൾ സമ്മതിക്ക്. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ? ചോദ്യം സാധാരണക്കാരി പഠിച്ചു വെച്ചോളൂ. അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, നബിയുടെ കൂടെ സ്വർഗത്തിലെ ഉന്നത പദവി വേണം നബിയെ, ഇത് പറ്റുമോ പറ്റില്ലേ? തോട്ടുമുഖത്ത് ഞാൻ പ്രസംഗിച്ചത് സ്വർഗം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. സ്വർഗം ചോദിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സ്വർഗം ചോദിക്കാൻ നിങ്ങൾ തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. ഹദീസ് ദഈഫാണെങ്കിൽ അത് ദഈഫാണ് മുസ്ലിയാരെ.
ഈ ഹദീസ് ഈ വിഷയത്തിന് പറ്റൂല. കണ്ടോ, ഈ ഹദീസിന്റെ സനദുകള് ഇത് ലഈഫ്, ദുൽഫുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ദുൽഫുണ്ട്, അല്ലെങ്കിൽ മുഴുവൻ സനദും സനദിന്റെ മുഴുവൻ റാവികളും അത് ലഈഫാണ് എന്ന് പറയേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. അങ്ങനെ അത് തള്ളിക്കളഞ്ഞോളൂ, ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്നാലും വിഷയത്തിന് പരിഹാരാവൂലല്ലോ. സ്വർഗം ചോദിക്കാൻ പറ്റൂല, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാൻ പറ്റൂല, ഹിദായത്ത് ചോദിക്കാൻ പറ്റൂല, അത് ആഫിയത്ത് ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കാര്യങ്ങളൊന്ന് മുസ്ലിം ലോകം ഇന്ന് വരെ വിശ്വസിച്ചിരുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് തോട്ടുമുഖത്തെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ധരിച്ചത്. അതൊക്കെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ചോദിക്കാൻ പറ്റുമോ? പറ്റുകയില്ല എന്നാണ് ഞാൻ വാദിച്ചത്. അത് പറ്റുമോ? ഇവിടെ പറ്റുമെന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തെളിവില്ല. തെളിവായി ഉദ്ധരിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ തെളിവല്ല എന്നാണ് ഞാൻ തോട്ടുമുഖത്ത് പറഞ്ഞത്. അതുകൊണ്ട് തോട്ടുമുഖത്ത് ഞാൻ പറഞ്ഞ എന്റെ പ്രസംഗത്തിലെ ഏതെങ്കിലും ഒരു ആയത്ത്, ആ ആയത്ത് നിങ്ങൾക്ക് ഉദ്ധരിച്ചുകൊണ്ട്, മുസ്ലിയാരെ ഈ ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ചത് തെറ്റാണ്, നിങ്ങൾ ഉദ്ദേശിച്ച ആശയമല്ല ഇത്, മറിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയമാണ്. ഇപ്പൊ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അല്ലെങ്കിൽ വലൗ അന്നഹും യളമു അൻഫുസഹും, ഇത്തരം ആയത്തുകളും ഹദീസുകളും ഒക്കെ തന്നെ ഞാൻ ഉദ്ധരിച്ചത് ഇത് ഞങ്ങൾക്ക് അനുകൂലമായ തെളിവാണ്. റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട്. ഇതാ ഇന്ന സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ സ്വഹാബാക്കളിൽ ആരെങ്കിലും റബീഅത്ത് സ്വർഗം കൊടുക്കാമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ? അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? ഒരൊറ്റ സ്വഹാബി എന്തേ ചോദിക്കാതിരുന്നത്? റബീഅത്ത് സ്വർഗം കൊടുക്കാമെന്നുള്ള പറഞ്ഞതല്ലേ? അപ്പൊ പിന്നെ നമുക്കും ചോദിക്കാലോ. ഈ അല്ലാഹുവിന്റെ റസൂല് മന്ത്രിച്ചവരെ കുറിച്ച്, മന്ത്രത്തെക്കുറിച്ച് അവർ മന്ത്രിക്കാത്തവരും അഥവാ മഹ്ശറയില് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഉക്കാശ എണീറ്റ് ചോദിച്ചു, നബിയെ ആ കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതെ അന്ന മിൻഹും, നീ ആ കൂട്ടത്തിൽ പെട്ടയാളാണ്. മറ്റൊരാള് റജുലുൻ ആഖർ എണീറ്റ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? അത് ഉക്കാശ കൊണ്ടുപോയി എന്ന്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ റസൂലുള്ളാഹി ചിലപ്പോൾ ഉദ്ധരിക്കുന്ന ചില വിഷയങ്ങളുടെ യാഥാർത്ഥ്യം അതാണ്. റസൂലുള്ളാഹി അടുത്തയാൾക്ക് സ്വർഗം കൊടുത്തോ? എന്തേ അദ്ദേഹത്തോട് റസൂലുള്ളാഹിക്ക് വല്ല വിരോധം ഉണ്ടായോ? ഉക്കാശക്ക് മാത്രം സ്വർഗം ചോദിച്ചപ്പോ കൊടുത്തു, അടുത്ത ആളെ എണീറ്റെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു അത് ഉക്കാശ കൊണ്ടുപോയി എന്ന്. അതെന്തേ അങ്ങനെ പറഞ്ഞത്? എന്തേ റസൂലുള്ളാഹി ഉക്കാശക്ക് കൊടുക്കാതിരുന്നത്? അല്ല, രണ്ടാമത്തെ ആൾ കൊടുക്കാതിരുന്നത്? ഉക്കാശയോട് മാത്രം പ്രത്യേകമായ ഒരു സ്നേഹം, അടുത്ത ആളോട് ഒരു സ്നേഹം ഇല്ലായ്മ കണ്ടോ? അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം ഹദീസുകളെ മുസ്ലിം ലോകം മനസ്സിലാക്കിയത് ഇതേ രൂപത്തിലാണ്. അള്ളാഹുവിന്റെ റസൂല് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പറയുന്ന വാക്കുകളോ മറ്റോ നമുക്ക് അത് തെളിവ് പിടിച്ചുകൊണ്ട് അതിനെ അനുകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഈ ഉക്കാശ സംഭവം പോലെ തന്നെ. അതുകൊണ്ടാണല്ലോ ഒരൊറ്റ സ്വഹാബി പോലും അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സംഭവത്തെ ആസ്പദമാക്കി സ്വർഗം ചോദിച്ചതായി തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഏതെങ്കിലും ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് ഉദ്ധരിച്ച് എന്റെ വാദത്തെ ഖണ്ഡിക്കാൻ നിങ്ങളെ കണ്ട് പറ്റുമോ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയല്ല, എന്റെ മറുപടി ചോദ്യ രൂപത്തിലാണ്. എന്റെ വിശദീകരണം പോരെങ്കിൽ അഥവാ ഇതാ സ്വർഗം ചോദിക്കാമെന്ന് നിങ്ങൾ തെളിഞ്ഞിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് സ്വർഗം ചോദിക്കാം, റസൂലുള്ളാഹിക്ക് സ്വർഗം തരാനുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്ന് പ്രഖ്യാപിക്കാമോ അത്? എങ്കിൽ ഇതാ ഞാൻ ചോദിക്കുന്നു, ആ ഹദീസിന്റെ വെളിച്ചത്തില് ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾ ഉണ്ടായിരുന്നല്ലോ. അവരിൽ ആരെങ്കിലും ഒരു സ്വഹാബി റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട് നബിയെ അസ്അലുക്കൽ ജന്ന, ഞാൻ അങ്ങയോട് സ്വർഗം ചോദിക്കുന്നു എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ? നിങ്ങൾക്ക് തെളിയിക്കാമോ? മുസ്ലിയാരെ അല്ലെങ്കിൽ മൗലവി, ഇതാ നിങ്ങൾ പറഞ്ഞ വാദം ശരിയല്ല. ഈ ഇന്ന ഹദീസില് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചതായി കാണുന്നുണ്ട്. അത് മുസ്ലിമിന്റെ ഹദീസിനെ വെല്ലുന്ന ഹദീസാണ്, അതിനെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ഹദീസാണ്.
സമയം തീർന്നു കിട്ടുന്നില്ല മൂപ്പർക്ക്. ഈ രൂപത്തിൽ അതൊന്നും പറയാനല്ല ഞങ്ങൾ വിളിച്ചത്, ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. ഇങ്ങോട്ട് ചോദിക്കാൻ ചാൻസേ ഇല്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം. അള്ളാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ നേതാവായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളോട് എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം നബിയെ എന്ന് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ? ഇതാണ് ഞങ്ങൾ ചോദിച്ചത്. അതിന്റെ ഉത്തരമാണ് ഈ തോട്ടുമുഖത്തുകാർക്ക് കിട്ടേണ്ടത്. എന്തിനാ? നിങ്ങൾ അന്ന് ആ ഹദീസ് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തോട്ടുമുഖത്ത് വന്ന് പറഞ്ഞു. നബി തങ്ങളോട് സ്വർഗമോ സ്വർഗത്തിലുള്ള ഉന്നത പദവിയോ ഒന്നും ചോദിച്ചിട്ടില്ല, ദ്വാരക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ അങ്ങയോടുകൂടെ ഉന്നത പദവി വേണം സ്വർഗത്തിൽ എന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കണം. തൊബ്രാനി ഇമാമിന്റെ ഹദീസ് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല, ഞങ്ങൾ സനദടക്കം നോക്കിയിട്ടാ പറയുന്നത്. വായിക്കൂ അതിന്റെ സനദ്. സനദിലതാ കാണുന്നു ഒരുപാട് ആളുകൾ എടുത്തു വായിക്ക്, ഒന്ന് പിടിച്ചോളൂ. അതിലുള്ള വ്യക്തിയാണ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ആരാ? മുദല്ലിസാണ്. മുദല്ലസിന്റെ അനത്ത് സ്വീകരിക്കൂലാന്ന് ഇനിയെങ്കിലും പഠിച്ചു വെച്ചോളൂ മൗലവിമാരെ. ഹാഫിദുൽ ഹൈതമിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ആജാതി വെട്ടിത്തരൊന്നും വേണ്ട. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ടത് സ്വർഗത്തിൽ ഉന്നത പദവി വേണം. അത് നബിയോട് പറയാൻ പറ്റുമോ പറ്റില്ലേ? അത് പറയണം. മൂപ്പരിങ്ങനെ പറയാ, ഉക്കാശ തങ്ങൾ സ്വർഗം ചോദിച്ചു, അതൊന്ന്. റബിയെ ചോദിച്ചു, അത് വേറൊന്ന്. മുമ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ട് ചക്കിക്കുട്ടി എന്ന ഒരാള്, അതിന് അടി കിട്ടി, കുറെ അടി കിട്ടി. പറഞ്ഞു അടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവൻ അതൊന്ന്. ഇവന്റെ അടുത്ത് നിന്ന് കിട്ടിയതോ അതൊന്ന്. എല്ലാം കൂടി കൂട്ടിയേക്കുമ്പോ അടിയെല്ലാം കിട്ടിയെന്ന് പോയി. ഇതുപോലെ ഉക്കാശ തങ്ങൾ സ്വർഗം ചോദിച്ചു, അതൊന്ന്. അതുപോലെ തന്നെ പിന്നെ റബിയ അതൊന്ന്. ഇനി വേറെ പറഞ്ഞ അതൊന്ന്. ഞാൻ ചോദിക്കുന്നു, ഇത് ശിർക്കാണെങ്കിൽ സ്വഹാബത്ത് ചോദിക്കുമോ? സഹോദരങ്ങളെ, ശിർക്കാണെങ്കിൽ സ്വഹാബത്ത് ചോദിക്കുമോ എന്നാണ്. ശിർക്കാണെങ്കിൽ എന്ന് പറയാൻ ആദ്യം സ്വർഗം ചോദിക്കണ്ടേ? സ്വർഗം ചോദിച്ചിട്ടില്ലല്ലോ. ഇവിടെ സ്വർഗം ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്ന് ആ ഹദീസിന്റെ വിശദീകരണമായി തൊബ്രാനി ഉദ്ധരിച്ച ഹദീസ് അത് ലഈഫാണെങ്കിൽ, അതല്ലാത്ത മറ്റൊരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങളെ കണ്ടു പറ്റുമോ? എങ്കിൽ പിന്നെ നമുക്ക് വളരെ സുഖമായിരുന്നല്ലോ. അള്ളാഹിനോട് സ്വർഗം ചോദിക്കണോ? നിങ്ങൾ റമദാനാകുമ്പോ എന്തെന്നാ പറയുന്നത്? എന്തെന്നാ സാധാരണ വളരെയധികം വർദ്ധിപ്പിക്കണമെന്ന് പണ്ഡിതന്മാര് പറയാറില്ലേ? റമദാനായി കഴിഞ്ഞാൽ അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, അല്ലാഹുവേ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നു. എന്തിനാ ഇത്ര എളുപ്പമുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചാ പോരെ? റസൂലുള്ളാഹിന് സ്വർഗം കിട്ടൂലേ? നൂറുകണക്കിന് സ്ഥലങ്ങളില് അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കാൻ പറയുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാൻ, സ്വർഗം ചോദിക്കാൻ പറയുന്നു. ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സ്വർഗം ചോദിക്കാൻ പറഞ്ഞതായി ഒരൊറ്റ ആയത്ത് ഉദ്ധരിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ ഹദീസ് പോലും ഉദ്ധരിക്കാൻ സാധ്യമല്ല. സഹാബാക്കളിൽ നിന്ന് നബിയേ എനിക്ക് സ്വർഗം വേണം എന്ന് ചെന്ന് നബിയോട് ചോദിച്ചതായി ഒരൊറ്റ സംഭവം ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്ന കാലത്തും റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും ഒരൊറ്റ സ്വഹാബി പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിച്ചിരുന്നപ്പോൾ അടുക്കൽ ചെന്ന് അല്ലെങ്കിൽ വഫാത്തായപ്പോൾ അവിടുത്തെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് സ്വർഗം ചോദിച്ചതായി ഒരൊറ്റ സ്വഹാബി ചോദിച്ചതായി ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. മുസ്ലിം ലോകത്ത് മദ്ഹബിന്റെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു പണ്ഡിതൻ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കാം, അഥവാ സഹായം ചോദിക്കാം, മഊനത്ത് ചോദിക്കാം. ഇസ്തിശ്ഫാ അല്ല കേട്ടോ ചർച്ച, ഇസ്തിദ്ആ അല്ല ചർച്ച, അത് വേറെ ചർച്ചയാക്കാം. റസൂലുള്ളാഹിനോട് മഊനത്ത് ചോദിക്കാം. ഇസ്തിഗാസയുടെ അർത്ഥം പറഞ്ഞില്ലേ? തലബുൽ മഊനത്തി ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി മിനൽ അംബിയാഇ വൽ ഔലിയാഇ.
മഊനത്ത് ചോദിക്കാം. ദുആ എന്നത് തന്നെ മഊനത്ത് ചോദിക്കലാണല്ലോ. അപ്പൊ ദുആ ചോദിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അത്തരത്തിലുള്ള മഊനത്തെ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ വെച്ച് എന്നാൽ അവസാനിപ്പിക്കാമല്ലോ, മറ്റതൊന്നും ചോദിക്കാൻ പാടില്ല, ഈ ദുആ മാത്രമേ ചോദിക്കാവൂ. എങ്കിൽ നമുക്ക് ആ വിഷയം മാത്രം ചർച്ച ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിനോട് മഗ്ഫിറത്ത് ചോദിച്ചതായിട്ട് ഞാൻ വിശദീകരിക്കുകയാണ്. പാപമോചനം ചോദിച്ചതായിട്ട്, നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചതായിട്ട്, ഹിദായത്ത് ചോദിച്ചതായിട്ട്, സന്താനങ്ങളെ ചോദിച്ചതായിട്ട്, ആഫിയത്തിനെ ചോദിച്ചതായിട്ട്, ഹിദായത്ത് ഇതൊക്കെ ചോദിച്ചതായി ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ? ഉദ്ധരിക്കാൻ പറ്റൂലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഞാൻ അവിടെ ആയത്തോതാം. അത് പറ്റൂല, നിങ്ങൾ സമ്മതിക്ക്. അങ്ങനെ പറ്റൂല സമ്മതിച്ചാല് അള്ളാന്റെ റസൂലിനോട് അല്ല പറ്റും, അങ്ങനെ പറ്റും, അങ്ങനെ ഉണ്ട്, ഖുർആനിൽ ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചാല് ഞാൻ പറ്റൂല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് അള്ളാന്റെ റസൂലിനോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ട് ഹിദായത്ത് കിട്ടൂല. അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം കിട്ടൂല. അള്ളാന്റെ റസൂലിനോട് നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചാൽ മോചനം കിട്ടൂല. അതേസമയം ഇസ്തിശ്ഫാഉ ഇസ്തിദ്ആഉ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ മഊനത്ത് ചോദിക്കുന്നതിലൂടെ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദുആ ചെയ്യ് നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ് എന്ന് മാത്രമേ, അല്ലെങ്കിൽ ശഫാഅത്ത് ചെയ്യ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്കിൽ അത് നിങ്ങൾ തുറന്നു പറ, എന്നിട്ട് നമുക്ക് ആ വിഷയം ചർച്ചയാകാം. എന്നാ പിന്നെ ഈ ആളുകളൊക്കെ റസൂലുള്ളാഹിയുടെ നബിയെ എനിക്ക് സ്വർഗം കാട്ടാട്ടെ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും നബിയെ, എനിക്ക് ഹിദായത്ത് നാട്ടെ നബിയെ, എനിക്ക് ആഫിയത്ത് നാട്ടെ നബിയെ എന്നിങ്ങനെ പ്രാർത്ഥിക്കൂലല്ലോ. നിങ്ങൾ റസൂലുള്ളാഹിനോട് എന്നെ പിടിച്ചോ, എന്റെ കൈ പിടിച്ചോ, എന്നെ സഹായിക്ക്, എന്നെ രക്ഷിക്കേ എന്ന് പറയുന്നത് അത് ഖുർആനിലുണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് ബുദ്ധിമുട്ട്? ഒരായത്ത് നിങ്ങളോട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് നിങ്ങൾ ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ആഫിയത്ത് തരാം, ഹിദായത്ത് തരാം, സ്വർഗം തരാം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു ഹദീസ് ഉദ്ധരിക്ക്. പിന്നെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തില് ചിലപ്പോൾ ഈസാ നബി പറഞ്ഞതുപോലെ, മൂസാ നബി പറഞ്ഞതുപോലെ അവരുടെ ഇടയിലൊക്കെ ഉണ്ടായ ആ സംഭവങ്ങൾ പോലെ മുഅ്ജിസത്തുകള്, ആ മുഅ്ജിസത്തുകള് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവാണോ അല്ലയോ, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യാം. പണ്ഡിതൻ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുള്ള കഴിവാണോ മുഅ്ജിസത്തും കറാമത്തും, അഥവാ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്ത് ചർച്ച എവിടെ എത്തിയിട്ടുണ്ട്? എന്റെ മൗലവി ഈ ദുന്യാവിലൊന്നല്ലേ മൂപ്പരിപ്പ തന്നെ പരലോകത്തെത്തിയ കോലത്തിലാ. എന്റെ വിഷയം അതൊന്നുമല്ല, അതൊന്നും കേൾക്കണ്ട. ഞങ്ങൾക്ക് കിട്ടേണ്ടത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒരു സീറ്റ് വേണം എന്ന് ഞങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിനോട് പറയാൻ പറ്റുമോ? പറ്റുകയില്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. സ്വർഗമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. ഇപ്പൊ ഞങ്ങൾ വലിയതാ പിടിച്ചിരിക്കുന്നത്. സ്വർഗവുമല്ല, അതിനപ്പുറം സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം. മൗലവി, സ്വർഗത്തിലെത്താതെ സ്വർഗത്തിലെ വലിയ സ്ഥാനം കിട്ടൂല. അതുകൊണ്ട് ചോദ്യം എന്താ അതിനൊരു മറുപടി പറയാത്തത്? ഇങ്ങോട്ട് ചോദിക്കാണ്, എന്നിട്ടതൊന്ന് അവസാനിപ്പിച്ചു തരൂ. അത് വ്യവസ്ഥ എഴുതുമ്പോ നോക്കണം. വ്യവസ്ഥ എഴുതുമ്പോ നോക്കണ്ടേ? അത് ഉറക്കി വ്യവസ്ഥ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ പോയത്തും ചോദിക്കാറില്ലല്ലോ. കായ്ക്കൊടി വന്നിട്ട് വ്യത്യസ്തമായ സനത് ചോദിച്ചു, ഞങ്ങളൊരൊറ്റ സനതേ ചോദിച്ചിട്ടുള്ളൂ. പറഞ്ഞു അത് ഇല്ല, അത് ദ്വൈഫാണെന്ന് സമ്മതിച്ചു. ഈ ചെറിയ കുട്ടികളെ മുമ്പിൽ വരെ ഈ വയസ്സായ ആളുകൾ നിങ്ങൾ തകർന്ന് തരിപ്പണമാവുമെങ്കിൽ ഇതാണോ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനമെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓ പ്രവർത്തകരെ, ഇവരുദ്ദേശിക്കുന്ന ഉദ്ധരിക്കുന്ന ഹദീസുകളെ മുഴുവൻ കഥ ഇതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യം ആവർത്തിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനോട് എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ചോദിക്കാൻ പറ്റുമോ? എന്ന് പറയാൻ പറ്റുമോ? അതൊന്ന് പറയണം നിങ്ങൾ. എന്നിട്ട് ബാക്കി ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമല്ലത്. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും, ആ ചോദ്യത്തിന് മറുപടി പറയണം. ഒപ്പുള്ള ആൾ പോകുന്നുണ്ടോ വരുന്നുണ്ടോ ഒക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. കാര്യമൊന്നുമില്ല മക്കളെ. ഈ മുസ്ലിമിന്റെ ഹദീസ്, ആ ഹദീസിനെ വിശദീകരിക്കുന്ന വേറെ ഹദീസ് ഉണ്ടോ? വേണ്ട. മുസ്ലിമിന്റെ ഹദീസ് തന്നെ ധാരാളമാണ്, ഇല്ലാഞ്ഞിട്ടല്ല. മുസ്ലിം എന്താ പറഞ്ഞത്? അതിന് മറുപടി പറയും. മുസ്ലിമിന്റെ ഹദീസ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ലോകത്ത് ഇന്നുവരെ ഒരൊറ്റ പണ്ഡിതൻ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം എന്ന് വ്യാഖ്യാനിച്ചിട്ടില്ല. മുസ്ലിം ലോകമേ,
നിങ്ങൾ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചോ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ലോകത്ത് ഇന്നുവരെ ഒരൊറ്റ പണ്ഡിതനും പറയാത്തത് കൊണ്ട് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം ആ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഒന്നാമതായി നേരിട്ട് അസ്അലുക്കൽ ജന്ന എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നാണ്. സ്വർഗത്തിൽ മുറാഫഖത്ത് എന്നാണ്. നിങ്ങൾ തർക്കിക്കാനും സംവദിക്കാനും മാത്രം വന്നതുകൊണ്ട് കാര്യമില്ല. സത്യസന്ധമായി അള്ളാഹുവിന്റെ ഖുർആനിനെയും തിരുസുന്നത്തിനെയും നിങ്ങൾ പഠിക്കുകയും വിലയിരുത്തുകയും വേണം. വെറുതെ ഒന്നും പഠിക്കാതെ തർക്കിക്കാൻ നടന്നതുകൊണ്ട് കാര്യമില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ മുസ്ലിം ലോകമേ റബീഅക്ക് സ്വർഗം കൊടുക്കാമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചോ എന്ന് വ്യാഖ്യാനിച്ച ഒരൊറ്റ പണ്ഡിതൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആരെയാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരൊറ്റ പണ്ഡിതൻ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നേനെ സ്വർഗം ചോദിക്കാം. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നേനെ. ലോകത്ത് ഒരൊറ്റ സ്വഹാബി പോലും താബിഇകളോ താബിഇകളോ മദ്ഹബിന്റെ ഇമാമുകൾ ഉൾപ്പെടെയുള്ള ഒരൊറ്റ പണ്ഡിതന്മാരും റസൂലുള്ളാഹിനോട് ഈ ഹദീസ് സ്വർഗം ചോദിക്കാൻ തെളിവാക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾ ചോദിക്കുകയാണ് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമോ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ചോദിക്കാമെന്ന് പറയാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പിടിച്ചുകൊണ്ട് ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ സ്ഥാപിച്ച ഒരു വലാലത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ദീനിൽ ഇല്ലാത്ത ഒരു വലാലത്ത്. ഞാൻ ചോദിച്ചല്ലോ, ഇസ്മായിൽ ഉസ്താദ് നിർവചിച്ചിരിക്കുന്ന ആ ഇസ്തിഗാസ ദീനിൽ ഇല്ലാത്ത ഒരു ഇസ്തിഗാസയാണ്. ലോകത്ത് ഏതെങ്കിലും പ്രാമാണികനായ ഒരു പണ്ഡിതൻ അത്തരം ഒരു ഇസ്തിഗാസയെ മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കാനാണ് എല്ലാ വേളയിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇസ്തിഗാസ എന്നത് തിരിയണമല്ലോ. ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടായിരിക്കുകയാണ്. ഇസ്തിഗാസ എന്താണ്? ഈ ഇങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് വരുമ്പോ യഥാർത്ഥത്തിൽ ഇസ്തിഗാസ എന്താണെന്ന് തിരിച്ചറിയേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മുസ്ലിം കേരളം കാര്യം മാത്രം പറയാം, ഈ വിഷയത്തിൽ ആകപ്പാട് അങ്കലാപ്പിലാണ്. അതുകൊണ്ട് ജാമിആയ മാനിആയ മുത്തരിദായ മുന്നക്കിസായ ഞാൻ അതിലേക്ക് കടക്കുകയല്ല. അങ്ങനെയുള്ള ഒരു തഅരീഫ്, ഒരു നിർവചനം ഈ ഇസ്തിഗാസക്ക് നൽകിക്കൊണ്ട് ഇതാ ഈ ഇസ്തിഗാസ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ എന്ന് ഈ സമുദായത്തോടൊന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരുപാട് ജോലി കുറവുണ്ട്. നമുക്ക് ഇത്തരം വിഷയങ്ങളുമായി ഈ സമുദായത്തിൽ ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഉള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അഥവാ ഇല്ലാത്ത ഈ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ വാദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, വിശദീകരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള ആ ഇസ്തിഗാസ അത് കടുത്ത വലാലത്താണ്, അത് ജഹാലത്താണ്, അതൊരിക്കലും സ്വീകാര്യമല്ല. മുസ്ലിം ലോകത്തിന് പരിചയമുള്ളതല്ല, ഖുർആനിന് പരിചയമില്ല, ഹദീസുകൾക്ക് പരിചയമില്ല, അത് മുസ്ലിം അയിമ്മത്തിന് പരിചയമില്ലാത്ത ഒരു ഇസ്തിഗാസയാണത്. അതുകൊണ്ട് ഞാൻ വീണ്ടും എന്റെ വിശദീകരണം ആവർത്തിക്കുകയാണ്. ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിച്ച മുഴുവനും വിഷയങ്ങളും അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഏതെങ്കിലും ദുർബലമായ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവ് മാറ്റിയിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ, സഹോദര സ്നേഹത്തോടെ നിങ്ങൾക്ക് പറയാമല്ലോ, സഹോദര നിങ്ങൾ ഉദ്ധരിച്ച ആ തെളിവ് അതിന് പറ്റൂല, സ്വർഗം ചോദിക്കാമെന്നതിന് വേറെ തെളിവുണ്ട് മുസ്ലിയാരെ, അല്ലെങ്കിൽ മൗലവി എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഈ വിഷയത്തിനൊരു പരിഹാരം വേണമല്ലോ. എന്താണ് പരിഹാരം? അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നാണെങ്കിൽ, ആ ചോദിക്കാമെന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ആ വാദം ജനങ്ങളോടൊന്ന് തുറന്നു പറയണം. ധൈര്യമായിട്ട് ഏലകുളം സഖാഫിയുടെ റഷീദ് സഖാഫിയുടെ കൂടെ വന്ന അദ്ദേഹം ഉൾപ്പെട്ട ജാഫർ സഖാഫി അസ്ഹരി അദ്ദേഹം തുറന്നു പ്രഖ്യാപിച്ചതുപോലെ അദ്ദേഹം പച്ചയായി പറഞ്ഞു, അതെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മഹാത്മാക്കളോട് ചോദിക്കാം. അത് തന്നെയാണ് സുന്നികളുടെ വിശ്വാസമെന്ന്.
താരീഫ് നിർവചനമൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അതിന് ഞങ്ങൾക്ക് മർക്കസു ഹിയാസിന്റെ ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ചേർക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. സുന്നീന്ന് പോയാൽ ഇൽമാവുന്ന നൂറ് കെട്ടുപോകും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, പ്രശ്നം പരിഹരിക്കണം, പരിഹരിച്ചു തരാം. നിങ്ങൾ അതിന്റെ ഉത്തരം, നിങ്ങളെ വിശദീകരണം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. ഒരേ ഒരു ചോദ്യമാണ് ഞങ്ങൾ ആദ്യം ചോദിച്ചത്. അത് നിങ്ങൾ ഏതായാലും ദഈഫാക്കി. അൽഹംദുലില്ലാ, ഇവിടെ ഞങ്ങൾക്ക് ആ ഉദ്ദേശിച്ച ഫലം കണ്ടു. അതുകൊണ്ട് അടുത്ത് ഞങ്ങൾ ചോദിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് ദഈഫല്ലല്ലോ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് ഉദ്ധരിക്കുന്നത് ദഈഫല്ലല്ലോ. ആ ഹദീസിൽ എന്താ പറഞ്ഞത്? അസ്അലുക, നബിയെ നിങ്ങളോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉന്നത പദവി വേണം. സ്വർഗ്ഗമൊന്നും കിട്ടിയാ പോരാ, സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം ഉന്നത പദവി വേണം എന്ന് ചോദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ചോദ്യം, ഒരു മുസ്ലിം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, ഇത് ശിർക്കാണോ ശിർക്കല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. അത് പറയാൻ പറ്റുമോ പറ്റില്ലേ? എന്താ തൊടാനൊരു പേടി? തൊട്ടാൽ അന്ന് നിങ്ങളെ വഹാബി പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ ദിനമായിരിക്കും കേട്ടോ, കഴിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ നബിനോട് വന്നിട്ട് സ്വർഗത്തിലെ ഉന്നത പദവി ചോദിക്കാം. ആ തോട്ടുമുഖത്തുകാരെ അഭിനന്ദിക്കാം, നിങ്ങൾക്ക് എന്തായാലും അഭിമാനിക്കാം. കേരളത്തിൽ ഇതുവരെ ചർച്ച ചെയ്ത പ്രശ്നം അതാണ്. നബിനോട് സ്വർഗത്തിലെ ഉന്നത പദവി ചോദിക്കാൻ പറ്റോ ഇല്ലേ? ഇതാ മുസ്ലിമിന്റെ ഹദീസ്, ഞങ്ങൾ ഉദ്ധരിച്ചത് സനദുവാണോ? വായിച്ചു തരാം. ഇത് മുസ്ലിമാണ് എന്റെ കയ്യിൽ. ഇതിൽ പറയുന്ന സ്വർഗത്തിലെ ഉന്നത പദവിയാണ്. ഓ സഹോദരന്മാരെ, ഇത് ചോദിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു. ഈ ഹദീസിന് പിന്നെ ആയത്ത് ഹദീസ് ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. ജാഫർ സഖാഫി പറഞ്ഞതും പഠിപ്പിച്ചു തരാം, റഷീദ് സഖാഫി പറഞ്ഞതും പഠിപ്പിച്ചു തരാം. ആലിഫ് ബാവ് മുതൽക്ക് നോക്ക് നിങ്ങൾ പഠിപ്പിച്ചാലേ നിങ്ങൾ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം പറയാം. വിഷയത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഞാൻ അദ്ദേഹം വിശദീകരിക്കണ്ട. ഞാൻ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അവര് ചോദിക്കുക, ഞാൻ വിശദീകരിക്കുക. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള അവകാശം പോലുമില്ല. പ്രത്യേകമായി എനിക്ക് ചോദിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുകയാണ്. അവരെന്നോട് ചോദിക്കുക, ഞാൻ വിശദീകരിക്കുക. എന്നിട്ട് നിങ്ങളുടെ വിശദീകരണം വേണ്ട. ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഉണ്ടാണ്ടിങ്ങനെ നിൽക്കണോ? അതാണോ വേണ്ടത്? അതുകൊണ്ട് നിങ്ങളുടെ ചിരിയും ഒക്കെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങളുടെ മിമിക്രിയും നിങ്ങളുടെ ചിരികളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. ഓരോറ്റ സംവാദത്തിൽ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നാം ചോദിക്കുന്ന, റബ്ബിനോട് ചോദിക്കുന്ന, പടച്ച റബ്ബിന്റെ മുന്നിൽ ഹൃദയം തുറക്കേണ്ടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സൃഷ്ടികളോട്, ആ സൃഷ്ടികൾക്ക് വലിപ്പം എത്രയാണെങ്കിലും ശരി, സൃഷ്ടികളോട് ചോദിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല, ഹദീസ് കൽപ്പിച്ചിട്ടില്ല, അതേപോലെ തന്നെ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ചിട്ടില്ല, ലോകത്താരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുജ്തഹിദായ പണ്ഡിതൻ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാം എന്ന് പറഞ്ഞതായി ലോകത്താർക്കും തെളിയിക്കാൻ കഴിയില്ല. ഞാൻ അവരോടല്ല ചോദിക്കണത്, ഞാൻ വിശദീകരിക്കുക. ലോകത്താർക്കും തെളിയിക്കാൻ കഴിയില്ല. ഒരൊറ്റ സഹാബി പോലും റബിയക്ക് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്റെ ഒരൊറ്റ സഹാബി ചോദിക്കാതിരുന്നത്? ഇത്ര എളുപ്പത്തിൽ സ്വർഗം കിട്ടുമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബിക്ക് ചോദിക്കാമായിരുന്നല്ലോ. മുസ്ലിം ലോകത്തിന് മാതൃകയായിട്ട് ചോദിക്കാമായിരുന്നല്ലോ. എന്തേ അവർ ചോദിക്കാതിരുന്നത്? നിങ്ങളുടെ നെഞ്ചിൽ തറക്കുന്ന ഈ മറുപടി സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നെഞ്ചിൽ തറക്കുന്നത്? സ്വഹാബാക്കളെ സംബന്ധിച്ച് നാം എന്താ വിചാരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് സ്വഹാബത്ത് ദീനെന്താണെന്ന് പഠിച്ചവരല്ലേ എന്ന് വിശ്വസിക്കണം, എന്ത് ആചരിക്കണം, എന്തനുഷ്ഠിക്കണം എന്നെല്ലാം കൃത്യമായി അവർ പഠിച്ചതല്ലേ. ആ സ്വഹാബാക്കളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ഹദീസിന്റെ വെളിച്ചത്തില് റസൂലുള്ളാഹിനോട് സഹായം സ്വർഗം ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാമോ? റബീഅ തന്നെ സ്വർഗം ചോദിക്കലൊരു അമലല്ലേ? സ്വർഗം ചോദിക്കലൊരു അമലല്ലേ? ആ സ്വർഗം ചോദിക്കുക എന്ന അമല് റസൂലുള്ളാഹിനോട് തന്നെയാണോ പിന്നെ റബീഅ ചോദിച്ചുകൊണ്ടിരുന്നത്? മരണം വരെ റബീഅ ചോദിച്ചുകൊണ്ടിരുന്നത് റസൂലുള്ളാഹിനോട് തന്നെയാണോ? നിങ്ങൾ ചിന്തിക്ക്.
ഓ റസൂലുള്ള പറഞ്ഞില്ലല്ലോ സ്വർഗം നീ ചോദിക്ക്, അല്ലാഹ് ചോദിക്കുന്നു പറഞ്ഞില്ലല്ലോ, റസൂലുള്ള കൊടുക്കാനല്ലേ പറഞ്ഞത്. എങ്കിൽ പിന്നെ റസൂലുള്ളാഹിനോട് തന്നെ അദ്ദേഹം മരണം വരെ ചോദിച്ചുകൊണ്ടിരുന്നു. അത് ചോദിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അല്ലാഹ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം സ്വർഗം കിട്ടിക്കഴിഞ്ഞു എന്നാണല്ലോ റസൂലുള്ള പറഞ്ഞതെന്താ, ഈ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ സഹായിക്കണമെന്നാണ്. ലോകത്തുള്ള മുഴുവനും മുസ്ലിമീങ്ങൾക്കും ഇത് പാഠമാണ്. റസൂലുള്ളാഹിനോടുകൂടെ സ്വർഗം കയറാം, സ്വർഗത്തിൽ പ്രവേശനം കിട്ടും, മുറാഫഖത്ത് കിട്ടും. പക്ഷേ നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണം. ഏത് സുജൂദ് വർദ്ധിപ്പിക്കണം? ആദ്യം തന്നെ ഫർള് നിസ്കാരം നിങ്ങൾ നേരെ നിസ്കരിക്കണം. നിങ്ങൾ അള്ളാഹുവിനോടുള്ള കടമകളൊക്കെ നിർവഹിക്കണം. നിങ്ങൾ കൃത്യമായി അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ കൂടെ തന്നെ സ്വർഗം കിട്ടും, റസൂലുള്ളാഹിനോടുകൂടെ മുറാഫഖത്ത് കിട്ടും. പക്ഷെ റസൂലുള്ള പറഞ്ഞതനുസരിക്കണം. ബികസ്റത്തി സുജൂദ്, ഫർള് മാത്രം നിസ്കരിച്ചാൽ പോരാ, ഒരുപാട് സുന്നത്തുകളും കൂടി നിങ്ങൾ നിസ്കരിച്ച് മരണം വരെ വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ നിങ്ങൾ റബ്ബിന് വേണ്ടി ഇബാദത്ത് എടുത്തുകൊണ്ട് സ്വർഗം മേടിക്കണം. നിങ്ങൾക്ക് സ്വർഗം കിട്ടും, റസൂലുള്ളാഹിയുടെ കൂടെ നിങ്ങൾക്ക് മുറാഫഖത്ത് കിട്ടും, എല്ലാം നിങ്ങൾ കിട്ടും. പക്ഷേ ശരീഅത്ത് അനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന റസൂലുള്ള പറഞ്ഞതിന്റെ താല്പര്യം കണ്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഇത്തരം ഹദീസുകളും വലൗ അന്നഹും യളമു അൻഫുസഹും എന്നുള്ള ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചു എന്ന് പ്രസംഗിക്കുകയും ആ ആയത്ത് തിരുത്തുക പോലും ചെയ്തുകൊണ്ട് മുസ്ലിം ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കല്ലേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്ന് മഹാത്മാക്കളോട് എന്തും ചോദിക്കാം, അവർക്കെല്ലാം തരാൻ കഴിവുണ്ട്. അതിനുള്ള കഴിവ് അള്ളാഹ് നേരത്തെ തന്നെ കൊടുത്തേക്കാണ്. അള്ളാഹ്ക്ക് തുല്യമായ കഴിവ്, അള്ളാഹുടെ കഴിവ് അള്ളാഹുടെ സ്വന്തം കഴിവ്, മഹാത്മാക്കളുടെ കഴിവ് അള്ളാഹ് കൊടുത്ത കഴിവ് എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. അള്ളാഹ്ക്ക് സമാനമായ കഴിവ് ഉടമസ്ഥത മാത്രമില്ല, മിൽക്കിയത്തില്ല, അത് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മളോട് ഇസ്തിഗാസ ചെയ്യാ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നാ ചോദിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് കേട്ടോളൂ മറുപടി. ഞങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ ഉത്തരം കിട്ടും. നിങ്ങൾ വിശദീകരിക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും വേണ്ട, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. പിന്നെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഇപ്പൊ കഴിയണില്ലല്ലോ, അത് വ്യവസ്ഥ എഴുതുമ്പോ നോക്കണം, ഇവിടുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി അങ്ങ് പറഞ്ഞിരിക്കണം. മറുപടിയാ കിട്ടേണ്ടത് കേട്ടോ, മറുപടിയാണ് കിട്ടേണ്ടത്, മറുപടിയല്ല. അതുകൊണ്ട് മറുപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം, ഒരു മുസ്ലിം, ആ മുസ്ലിം അള്ളാന്റെ റസൂലിനോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റുകയില്ലേ? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിന് ഉത്തരം പറയാൻ എസ് ഓർ നോ പഠിച്ചിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷിനെ കുറ്റം പറയാനേ പഠിച്ചിട്ടുള്ളൂ. എന്നാ ഒന്നുകൂടി പറഞ്ഞുതരാ, ഉണ്ടോ ഇല്ലേ, പറ്റോ ഇല്ലേ, ഇത് പറയാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ഒരു മുസ്ലിമിന് നബിയോട് പറയാൻ പറ്റുമോ? ഇല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇതിന് ഒരു സെക്കൻഡേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ 2 സെക്കൻഡ്. അത് നിങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോളൂ. നിങ്ങളെ വാഴ്ന്ന് കേൾക്കാനൊന്നും വഅ്ബുദ് റബ്ബക നല്ല വാഴ്താ, അതിന് ഞങ്ങൾ വേറെ സ്റ്റേജ് കെട്ടിത്തരും. അതിന് ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ യോഗ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിത്തരാം. പക്ഷേ അത് ഞങ്ങൾ നോക്കണം. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം. പിന്നെ റബീഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ലേ, എന്താണ് ഈ പറയുന്നത്? സ്വഹാബി ചോദിച്ചോ, റബീഅ തങ്ങളല്ലേ ഏറ്റവും വലിയ സ്വഹാബി? ഈ സ്വഹാബിയല്ലേ ചോദിക്കുന്ന സ്വർഗത്തിൽ ഉന്നത പദവി വേണം? നിങ്ങൾ ഓതുന്ന ആയത്തിക്കാക്കനാവത് കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു റാസി എടുത്ത് എഴുന്നേറ്റു, പക്ഷെ മൂപ്പരങ്ങട്ടന്നെ പോയി. ഞാൻ പറയുന്നു, നടക്കൂല മൗലവി, ഇതൊക്കെ ഇത് സുന്നത്ത് ജമാഅത്താണ്. നിങ്ങൾ മണ്ഡലം പ്രഭാഷകനും മണ്ഡലം സമ്മേളനത്തിന്റെ പ്രഭാഷകനൊക്കെ ആണല്ലോ, മറുപടി പറയും. മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് ഖുർആൻ അല്ലാഹ് പറഞ്ഞതുപോലെയാ. നിങ്ങൾക്കിത് തിരിയൂല, നിങ്ങൾ തിരിഞ്ഞാലും അംഗീകരിക്കൂല. ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങള്, തോട്ടുമുഖത്തെ ജനങ്ങളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടാണ്. ഞാൻ എന്താണ് തോട്ടുമുഖത്ത് പ്രസംഗിച്ചത്, അതിന്റെ വിശദീകരണം എന്താണ്? യെസ് ഓർ നോ മറുപടി പറയാനല്ല ഞാനിവിടെ വന്നത്. ഞാൻ എന്റെ പ്രസംഗം വിശദീകരിക്കാൻ വന്നതാ. നിങ്ങളൊരു ചോദ്യം, റെഡിമെയ്ഡ് ചോദ്യങ്ങൾ പഠിച്ചു വെച്ച് ഇങ്ങ് വന്നതാണ്. പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ മറുപടി പറഞ്ഞാൽ പറ്റൂല. നിങ്ങളുടെ ഈ വലാലത്ത്, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ വലാലത്ത് ഇവിടുത്തെ മുസ്ലിം
മുസ്ലിം ജനവിഭാഗങ്ങളിലെങ്കിലും ഒന്ന് തുറന്നു കാണിക്കണം. അതിനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ചുക്കുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കലല്ലാതെ നിങ്ങൾ വാദിക്കുന്ന വാദത്തിന് ഒരു തെളിവുദ്ധരിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ വിശദീകരിച്ചതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിനോട് ഹിദായത്ത് ചോദിച്ചതായി പറയാൻ പറ്റുമോ? റസൂലുള്ളാഹിനോട് നരകത്തിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി പറഞ്ഞതായി പറ്റുമോ നിങ്ങൾക്ക്? അതേപോലെ തന്നെ റസൂലുള്ളാഹിനോട് റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞതായി ലോകത്ത് ആരെങ്കിലും വിശദീകരിച്ചതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ എന്നതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇതുവരെയും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല സഹോദരന്മാരെ. അതുകൊണ്ട് എനിക്ക് വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാമെന്നതിന് ഒരു തെളിവായിട്ട് അള്ളാഹുവിന്റെ ഖുർആനോ അല്ലെങ്കിൽ നബി തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസോ സ്വഹാബാക്കളുടെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ മാതൃകയോ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്